ഓമക്കുയിൽ സച്ചുവിന്റെ സ്വന്തം അവസാന ഭാഗം. രചന പവിഴമഴ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എൻ നൂഞ്ഞേരി. സച്ചേട്ടാ. ഓഫീസിലേക്ക് ഇറങ്ങാൻ നേരം കേട്ട വിളിയിൽ അവന്റെ കാലുകൾ നിശ്ചലമായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോൾ ആദ്യം നോട്ടം ചെന്നെത്തിയത് ആ ചുവന്ന സിന്ദൂരേഖയിലേക്കായിരുന്നു, ഒപ്പം വാമിയിലേക്കും. അവന്റെ ഞെട്ടിലോടെയുള്ള നോട്ടം, അവന്റെ ഓരോ ഭാവങ്ങളും അവൾ ഒപ്പിയെടുക്കുകയായിരുന്നു. ദാ പേഴ്സ് എടുക്കാൻ മറന്നുപോയോ? അവന് നേരെ നീട്ടി മെല്ലെ ചോദിക്കുമ്പോൾ അവൻ പെട്ടെന്ന് ബോധോദയം വന്ന പോലെ അവളെ നോക്കി. പിന്നെയാണ് അവളുടെ കയ്യിലെ പേഴ്സിലേക്ക് നോട്ടം ചെന്ന് അവൻ അവളെ നോയിക്കൊണ്ട് തന്നെ അത് വാങ്ങി. ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം. വിരലുകൾ എണ്ണി പറഞ്ഞതും ഏകദേശം ഒക്കെ മനസ്സിലായ പോലെ അവൾ തലയാട്ടി. ഓരോന്ന് പറഞ്ഞിറങ്ങുമ്പോഴും അവൾ വിളിച്ച ആ വിളിയുടെ ഹാങ് ഓവറിലായിരുന്നു. ഇനി എന്തെങ്കിലും എടുക്കാറുണ്ടോ സച്ചുവേട്ടാ? കാറിലേക്ക് കയറാൻ നേരവും തന്നെ നോക്കി നിൽക്കുന്ന കണ്ട് വാമി ചോദിച്ചു. ഇല്ലെന്ന് തലവിൽക്ക് ഏതോ ലോകത്തെന്ന പോലെ കാറിലേക്ക് കയറുമ്പോൾ യാത്ര പറയാൻ അവൻ മറന്നുപോയിരുന്നു. യാത്ര പറയാതെ പോകണ്ടില്ലേ? ചുണ്ടുകൂട്ടി അവൻ പോകുന്ന നോക്കിയെന്നുകൊണ്ട് നേരെ അമ്മയുടെ അടുത്തേക്ക് പോയി. യാത്രക്കിടയിലും സച്ചു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവളുടെ സച്ചുവേട്ട എന്ന വിളി കാതിൽ മുഴങ്ങും പോലെ സ്വയം ഒഴിഞ്ഞു മാറി നടന്നാണ്. ഇഷ്ടമില്ലായിട്ടല്ല, 100 വട്ടം ഇഷ്ടവുമാണ്. പെണ്ണ് കാണാൻ പോയപ്പോഴേ ആദ്യം തന്നെ ഇഷ്ടം തോന്നിയത് വാമിയോട് മാത്രമായിരുന്നു. ആദ്യം പോയവർക്ക് തന്നെ വേണ്ട, അടുത്തവർക്ക് പണം വേണം. അതിന് സമ്മതിച്ചില്ല. പിന്നെയാണ് വാമിയെ കാണാൻ പോയത്. പാവ ഒരു നാട്ടിൻപുറത്തുകാരി പെണ്ണ്. ഒറ്റ നോട്ടത്തിൽ ഇഷ്ടമായി എന്ന് മാത്രമല്ല, ഹൃദയത്തിലും കയറിക്കൂടിയിരുന്നു. പിന്നെ തന്നോടുള്ള അകൽച്ച കാണുമ്പോൾ ഹൃദയം വിങ്ങിപ്പൊട്ടി പോവാറുണ്ട്. എത്ര വേണ്ടെന്ന് വെച്ചാലും കണ്ണുകൾ നിറഞ്ഞൊഴുകാറുണ്ട്. ഇരുട്ടിൻ്റെ മറവിലാണെന്ന് മാത്രം. താൻ ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ സ്നേഹിക്കുമായിരുന്നില്ലേ? ചെറുപ്പം മുതലേ ആർക്കും തന്നോട് കൂട്ടുകൂടാൻ ഇഷ്ടമല്ലായിരുന്നു. സംസാരിക്കില്ലല്ലോ. താൻ പറയുന്നിട്ട് അവർക്ക് മനസ്സിലാവുകയില്ല. തൻ്റെ കുറവുകളെല്ലാം മനസ്സിലാക്കി അന്നു മുതൽ ഇന്ന് വരെ കൂടെ നിന്ന കൂട്ടുകാരൻ റോയി മാത്രമാണ്. പിന്നെ തൻ്റെ സ്വന്തക്കാരും. ഇപ്പൊ തനിക്ക് സ്വന്തം എന്ന് പറയാൻ ഒരാൾ കൂടി, വാമി. ഓരോ തവണ മാറി നടക്കുമ്പോഴും ദേഷ്യം തോന്നാറുണ്ട്. ആരോടുമല്ല, സ്വയം. പിന്നെ തൻ്റെ താഴെയുള്ളവരിലേക്ക് നോക്കുമ്പോൾ എത്രയോ ഭാഗ്യവാനാണെന്ന് തോന്നും. വേഗം ദേഷ്യം വരുന്നുകൊണ്ടും ആരും കൂട്ടിലധികം വരില്ലായിരുന്നു. തനിക്ക് വേണ്ടി സംസാരിക്കുന്ന റോയി ആയിരുന്നു. തനിക്കൊരു പേരുണ്ട്, എല്ലാവരുടെയും വക, പൊട്ടൻ. സങ്കടം വന്നാൽ പോലും ഉറക്കെ കരയാൻ പോലും. എന്തിന്? ഒന്നും മിണ്ടാനോ? ഒന്നിനും കഴിയില്ല. ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടാണ് ഇത്രയും വർഷം കടന്നുപോയത്. ചികിത്സയൊക്കെ നോക്കിയതാണ്, പക്ഷെ ഫലം കണ്ടില്ല. ഓഫീസിൽ ആവശ്യത്തിന് ചിലർ മിണ്ടുമെന്ന് മാത്രം. സൗഹൃദമായി വേറെ ചിലരും വരുമെങ്കിലും ഇതറിയുമ്പോൾ പോവും. വാമി എന്തെങ്കിലും തന്നെ മനസ്സിലാക്കുമെന്ന വിശ്വാസത്തിലാണ് ഓരോ ദിവസം തള്ളി നീക്കുന്ന ഇപ്പോൾ തന്നെ മനസ്സിൽ തെളിയാറുള്ള ഒരേ ഒരു മുഖം വാമിയുടേത് മാത്രമാണ്. കല്യാണപ്പന്തിൽ ഒന്നും അറിയാതെ സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ താൻ. അകൽച്ച കാട്ടിയിരുന്നു. പക്ഷെ ഇന്നവളുടെ സച്ചുവേട്ട എന്ന വിളി ഹൃദയം വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് ഒരു മായിക ലോകത്തായിരുന്നു. ഈ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു വരുന്നു എന്ന് കേൾക്കുമ്പോൾ നെഞ്ചു നീറും. സഹതപിച്ച് എന്നെ ഇഷ്ടപ്പെടേണ്ട വാമി, സ്നേഹം കൊണ്ട് മതി. ആ കണ്ണിൽ നിന്ന് കണ്ടത് അതല്ലേ? പേഴ്സ് എടുത്ത് തന്നത് എൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതുകൊണ്ടല്ലേ? ആ ഓർമ്മയിൽ സന്തോഷത്തോടെയാണ് ഓഫീസിലേക്ക് കയറി ചെന്ന് MD കണ്ട് തന്നെ സീറ്റിലേക്ക് ഇരിക്കുമ്പോൾ മൊബൈൽ എടുത്ത് നോക്കി. വാമി എന്ന് സേവ് ചെയ്ത് വെച്ച നമ്പർ, ഒപ്പം ഒരു ഹായ്. ഇഷ്ടമാണെന്ന് പോലും പറയാൻ കഴിയാത്തതുകൊണ്ട് ഇതേ മാർഗമുള്ളൂ. മെസ്സേജ് കണ്ടിട്ടില്ലെന്ന് കണ്ടതും അവൻ ഫോൺ മാറ്റി വെച്ചിരുന്നു. സച്ചു പോയതും വാമി അമ്മയുമായി റൂമിലേക്ക് ചെന്നു. അലമാര തുറന്ന് മൊബൈൽ എടുത്തു. ഇന്നലെ എടുത്ത് പൂട്ടി വെച്ചതാണ്, ഇപ്പോഴാണ് എടുക്കുന്നത്. അത് മെല്ലെ തുറന്നു നോക്കി. അത്യാവശ്യം വലിപ്പമുള്ള റെഡ്മി ഫോൺ. കൗതുകത്തോടെ അതിന് ചുറ്റും നോക്കി. അംബികയെ അവളെ നോക്കിയായിരുന്നു. മോൾക്ക് ഇഷ്ടമായോ? ഇത്ര വലുതൊന്നും വേണ്ടായിരുന്നു അമ്മേ. അതിരുന്നോട്ടെ മോളെ, മോൾക്ക് അറിയില്ലേ ഇത്? ആ, കുറച്ചൊക്കെ അറിയാം. അവൾ പറഞ്ഞുകൊണ്ട് മെല്ലെ ഫോൺ ഓപ്പൺ ആക്കി. എല്ലാം നോക്കവേ അതിലെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. യൂട്യൂബ്, വാട്സാപ്പ്, നെറ്റ്, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. മുകളിൽ വന്ന് കിടക്കുന്ന മെസ്സേജാണ് ആദ്യം കണ്ടത്. സച്ചുവിൻ്റെ ഫോട്ടോ പ്രൊഫൈൽ വെച്ചുള്ള നമ്പർ. അത് സച്ചുവിൻ്റെതാണെന്ന് കണ്ടതും അവളുടെ ഹൃദയമല്ലാതെ സന്തോഷിച്ച്. ദാ ഏട്ടൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ആ, ഇനി മോൾക്ക് വേണ്ട ഒരു നമ്പരൊക്കെ കയറ്റാം. എനിക്കങ്ങനെ ആരുള്ള അമ്മേ, നിങ്ങളും ദീപം അല്ലാതെ. ചിരിയോടെ പറയുമ്പോൾ ആ ചിരിക്ക് പിന്നിലെ വേദന മനസ്സിലാക്കിയപ്പോൾ അംബിക അവളെ ചേർത്ത് പിടിച്ചു. എന്ത് യാത്ര പറയാതെ പോയേ? ബ്രേക്കിന് വന്ന് കിടക്കുന്ന മെസ്സേജുകൾക്കാണ് അവന്റെ കണ്ണുകൾ വിടർന്നിരുന്നത്. ഹായ്ക്ക് റിപ്ലൈ അതാണ്, ഒപ്പം ചുണ്ടുകൂട്ടി ഇമോജിയും. അപ്പോഴാണ് സച്ചുവിന് അത് ഓർമ്മ വന്ന്. അവൻ ചിരിയോടെ അതിലേക്ക് നോക്കി. എന്താ പറയേണ്ടതെന്നറിയാതെ കുറെ നേരം നോക്കി നിന്നു. ഞെട്ടി നിന്നുപോയി എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ ഇഷ്ടമില്ലാത്തതോടെ യാത്ര വേണം എന്ന് ടൈപ്പ് ചെയ്യാൻ ഓർത്തെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് വിട്ട് ചിരിയോടെ അതിലേക്ക് നോക്കിയിരുന്നു. ചോദിച്ചതിന് മറുപടി എവിടെ? അപ്പൊ തന്നെ മെസ്സേജ് വന്നു. ഒന്നും മിണ്ടാതെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചു. അപ്പോഴൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ചുണ്ടിൽ. അപ്പൊ ഞാൻ യാത്ര പറഞ്ഞില്ലെങ്കിൽ നിനക്ക് നോവ് വാമി. അവന്റെ ഹൃദയം മന്ത്രിച്ചു. വൈകുന്നേരം വീട്ടിലെത്തുമ്പോൾ തന്നെ നോക്കിയിരിക്കുന്ന വാമിയെ കാണി കണ്ണുകൾ വിടർന്നിരുന്നു. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൂടെ തന്നെ ഉണ്ടായിരുന്നു. ചെറുപുഞ്ചിരിയോടെ എല്ലാം ചെയ്യുന്നവളെ നോക്കി
അടുക്കള വാതിക്കൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കുന്നവളെ അവൻ നോക്കി. ഒറ്റയ്ക്കാണോ പറച്ചില്? മറുപടിയും സ്വയം തന്നെ. അതെല്ലാം നോക്കി ചിരിയോടെ റൂമിലേക്ക് പോയി. ഞാൻ കാണാതെ എന്നെ നോക്കാം. ഞാൻ നോക്കുമ്പോൾ തുറിച്ചു നോട്ടും കണ്ണൂർപ്പിക്കലും. അവൻ പോകും നോക്കി വാമി മൊഴിഞ്ഞു. രാത്രി ഭക്ഷണം കഴിക്കാൻ നേരവും എപ്പോഴും അകലിയിരുന്നവൾ തന്റെ തൊട്ടടുത്ത് ഇരിപ്പുറപ്പിച്ചപ്പോൾ സച്ചു അന്തം വിട്ടിരുന്നു. അവന്റെ ആ ഭാവം കാണെ വാമിക്കും ചിരിപൊട്ടിയിരുന്നു. അവന്റെ കൂർത്ത നോട്ടം കണ്ടതും വാമി അതേ നോട്ടം നോക്കിയതും വേഗം നോട്ടം മാറ്റി കഴിക്കാൻ തുടങ്ങിയിരുന്നു. കിടക്കാൻ നേരവും ഒന്നും മിണ്ടാതെ ഫോൺ നോക്കിയിരിക്കുന്നവനെ അവൾ നോക്കിയിരുന്നു. ഒരുപാട് വേദനിപ്പിച്ചു. ഇനിയില്ല സച്ചുവേട്ട, ആരുടെയും കുറവുണ്ട് അവരെ ഉപേക്ഷിക്കരുതെന്ന് എന്നെ പഠിപ്പിച്ച്. അന്നെന്തോ പെട്ടെന്ന്. പക്ഷെ ഇപ്പോൾ സച്ചുവേട്ടനെ കുറിച്ച് ആഴത്തിൽ ചിന്തിച്ചപ്പോൾ ആ സ്നേഹം, ഇതിനൊന്നും തനിക്കാണ് അർഹതയില്ലാത്തത്. ജനിച്ചപ്പോൾ തന്നെ അമ്മ മരിച്ചു. കണ്ട് കൊതി തരും മുമ്പ് 4ാം ക്ലാസ്സിലായപ്പോൾ ആക്സിഡന്റ് രൂപത്തിൽ അച്ഛനും പിന്നെ ചെറിയച്ഛൻ തന്നെ ഏറ്റെടുത്തു. അവരുടെ വേലക്കാരിയായിട്ടായിരുന്നു പിന്നീട് അങ്ങോട്ട്. +2 കഴിഞ്ഞ് പഠനം നിർത്തിപ്പിച്ചു. പക്ഷെ 1 വർഷം തികഞ്ഞില്ല. അപ്പോഴേക്കും അതും നിർത്തിച്ച്. പിന്നെ 2 വർഷം അടുക്കളയിൽ വേലക്കാരിയായിരുന്നു. ദീപുള്ളതായിരുന്നു ആകെ ആശ്വാസം. ചെറിയമ്മ ദേഷ്യത്തിലല്ല വിളിച്ചു പോലുമില്ല. ആ തന്നെയാണ് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ. സച്ചുവേട്ടൻ്റെ ഏഴാലത്ത് പോലും എത്തില്ല. കഷ്ടിച്ച് ജയിക്കുന്ന തന്നെ. ഇവരെയൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാതെ തന്നെയാണ് ആ മനസ്സ് സ്നേഹിക്കുന്നത്. എന്നിട്ട് ഇത്രയും ദിവസം താൻ കൊടുത്തതോ അഹങ്കാരമായി പോയിരുന്നു. അത് അങ്ങനെയായിരുന്നു. ഓർത്തപ്പോൾ കണ്ണ് നിറഞ്ഞൊഴുകി. തന്നെ ആരോ നോക്കുന്ന പോലെ തോന്നിയ സച്ചു മുഖമുയർത്തിയപ്പോൾ കണ്ടത് തന്നെ ഉറ്റു നോയിക്കൊണ്ട് നിറയുന്ന ആ കരിമിഴിയാണ്. അവൻ വെപ്രാളത്തിൽ എണീറ്റിരുന്നു. എന്തു പറ്റി? ആംഗ്യം കാണിച്ച് ചോദിക്കുമ്പോഴായിരുന്നു താൻ ഇത്രയും നേരം കരയുകയായിരുന്നെന്ന് അവൾക്ക് മനസ്സിലായത്. ഒന്നില്ല, ദീപിനോർത്തപ്പോൾ കണ്ണ് നിറഞ്ഞു. കള്ള എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചുകൊണ്ട് അവന് മുഖം കൊടുക്കാതിരുന്നു. കിടക്കുന്നില്ലേ? സച്ചുവേട്ടൻ കിടന്നു, ഞാനിപ്പോൾ വരാം. അതും പറഞ്ഞ് മുഖം തുടച്ചുകൊണ്ട് അവൾ നേരെ പോയത് ടെറസിലേക്കായിരുന്നു. അവിടെയുള്ള ബെഞ്ചിലിരുന്നുകൊണ്ട് മെല്ലെ ആകാശത്തേക്ക് നോക്കിയപ്പോൾ മനസ്സിനൊരു ശാന്തത പോലെ തോന്നി. നക്ഷത്രങ്ങൾ തൻ്റെ അമ്മയും അച്ഛനുമാണെന്ന് സങ്കല്പിച്ച് അവരെ നോക്കിയിരുന്നു. അച്ഛയുടെ കണ്ണിൽ സന്തോഷമാട്ടോ. ഇവിടെ അമ്മ എത്ര സ്നേഹത്തോടെ എന്നെ നോക്കുന്നതെന്നറിയാം. അച്ഛനും സ്വന്തം മോളെ പോലെ, എൻ്റെ അച്ഛയെ പോലെ തന്നെ. ഒരമ്മയുടെ സ്നേഹം അറിഞ്ഞ സച്ചുവേട്ടൻ്റെ അമ്മയെന്നാ. പിന്നെ ഏട്ടന് എന്നെ വലിയ ഇഷ്ടം. ഞാൻ അച്ഛയെ ആ പാത്തിനെ വേദനിപ്പിച്ച് സ്വയം പറഞ്ഞ് അവസാനം എത്തിയപ്പോൾ ചുണ്ടെന്തോ വിതുമ്പിയിരുന്നു. എന്നാൽ ഇതെല്ലാം കണ്ട് ടെറസിന്റെ വാതിൽക്കൽ അവളെ തന്നെ നോക്കി നിൽക്കുന്നവനെ അവൾ കണ്ടില്ലായിരുന്നു. അവന്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു പോയിരുന്നു. മിണ്ടാൻ കഴിയില്ലേലും ആളത്ര പാവുന്നില്ല കേട്ടോ. ഇടയ്ക്കൊരു കലിപ്പ മോശേട്ടാ. ഇടയ്ക്കൊരു കണ്ണുറപ്പിച്ചുള്ള നോട്ടുണ്ട്. ഞാൻ കാണാതെ എന്നെ നോക്കുകയും ചെയ്യും. ഒന്നും ഞാൻ അറിയില്ലെന്നാ വിചാരം. എന്നെ വലിയ ഇഷ്ടാ. ആൾ അർഹതയില്ലാത്ത എനിക്കാ. എന്നിട്ടും ഞാൻ ഇപ്പോൾ ആ ഇഷ്ടം എന്നും കൂടെ ഉണ്ടായാൽ മതി. സ്വയം ഓരോന്ന് പറയുന്നവളെ കാണെ അവന്റെ ഹൃദയമെല്ലാം സന്തോഷിച്ചിരുന്നു. തന്നെ വേദനിപ്പിച്ചതോർത്താണ് ആ മിഴികൾ നിറഞ്ഞൊഴുകിയതെന്ന് ഓർത്തവും പേരറിയാത്തൊരു വികാരം ഉള്ളിൽ തളിർക്കുന്ന അവൻ അറിഞ്ഞു. അവൻ മേലെ അവിടെ അരികിൽ വന്നിരുന്നു. പെട്ടെന്ന് അവന്റെ സാമീപ്യം അറിഞ്ഞ് വാമി ഞെട്ടി അവനെ നോക്കി. ഉറങ്ങിയില്ലേ? ചോദിച്ചിന് മറുപടി അറിയാതെ അവളെ നോക്കിയായിരുന്നു അവൻ. ഞാൻ മൂശേട്ടയാണല്ലേ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അവൻ അവൾ അതേ കൂർപ്പിച്ച നോട്ടം നോക്കി. അപ്പോഴാണ് താൻ പറഞ്ഞവൾക്ക് ഓർമ്മ വന്നത്. ആ മുഖം കണ്ടതും കേട്ടെന്ന് വ്യക്തമായി. പക്ഷെ ആ മുഖത്ത് ആ ദേഷ്യത്തെ മുന്നിട്ട് നിൽക്കുന്ന തിളക്കവൾ കണ്ടിരുന്നു. അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവൻ തന്റെ വലങ്കയാൽ തുടച്ചു മാറ്റി. രണ്ടുപേരുടെയും മിഴികൾ തമ്മിൽ കുരുത്തു. എന്തിനാ കരഞ്ഞു? ഞാൻ ഒത്തിരി വേദനിപ്പിച്ചില്ല ഏട്ടനെ. എനിക്കറിയാം ആ മനസ്സ് മുഴുവൻ എൻ്റെ ഉള്ള സ്നേഹമേ ഉള്ളൂന്ന്. അതറിഞ്ഞിട്ട് ഞാൻ ഏട്ടനെ ഒത്തിരി. ബാക്കി പറയാറാവാതെ കരച്ചിൽ ചങ്കിൽ കുരുങ്ങി പിടഞ്ഞിരുന്നു. അവനവളുടെ തോളിൽ കൈവച്ച് കരയരുതെന്ന് തലയണക്കി. പെട്ടെന്ന് അവൾ അവനെ നോക്കിക്കൊണ്ട് കെട്ടിപ്പിടിച്ചതും ഞെട്ടിത്തറഞ്ഞു പോയിരുന്നു സച്ചു. ആ കണ്ണീർ തന്നെ നെഞ്ചിൽ പതിഞ്ഞതും അവളുടെ മുഖം പിടിച്ചുയർത്തി. ആ കണ്ണിലെ കണ്ണീർ കാണാൻ അവന്റെ കണ്ണുകൾ ഒരു വേള ചുവന്നു. ഒന്നും പറയാതെ ആ കണ്ണീരിനെ വീണ്ടും കയ്യാലൊപ്പി അവൾ ഇരു കയ്യാലും നെഞ്ചോട് ചേർത്തിരുന്നവൻ. അത്രയും സ്നേഹത്തോടെ, അത്രയും വാത്സല്യത്തോടെ. അവനിൽ വാത്സല്യമാണ് അപ്പോൾ തോന്നിയത്. ആരുമില്ലാത്ത ആ കുഞ്ഞിപ്പെണ്ണിനോട് തെറ്റ് ചെയ്തെന്നോർത്ത് വിതമ്പിക്കറിയുന്ന ഒരു കൊച്ചു കുഞ്ഞ്. ആ വാത്സല്യം, അതിനു മുകളിൽ മുന്നിട്ട് നിൽക്കുന്ന പ്രണയത്തോടെ അവളെ ചേർത്തു പിടിച്ചിരുന്നവൻ. കട്ടിലിന്റെ ഒരു ഓരത്തേക്ക് ചേർന്ന് കിടക്കുമ്പോൾ മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അവളൊന്ന് പിടഞ്ഞു പോയിരുന്നു. അപ്പോഴത്തെ സങ്കടത്തിൽ കയറി കെട്ടിപ്പിടിച്ചതാണ്. ഏട്ടൻ തന്നെ ചേർത്ത് പിടിക്കുകയും ചെയ്തു. ആ ചേർത്ത് പിടിക്കലിൽ നിന്ന് തന്നെ മനസ്സിലാക്കിയതാണ് ആ സ്നേഹത്തിന്റെ ആഴം. തന്റെ മുഖം പിടിച്ചുയർത്തി സാരമില്ലെന്ന് തലയാട്ടി പറയുമ്പോൾ ആ ചുവന്ന മുഖത്തൊരു ഉമ്മ കൊടുക്കാനാണ് അവൾക്ക് തോന്നിയത്. എന്നാൽ പെട്ടെന്ന് ബോധം വന്നു. സ്വയം തലക്കടിച്ചുകൊണ്ട് മെല്ലെ അവൻ അകറ്റി നിർത്തി അവിടെ നിന്ന് ഓടുമ്പോൾ അവന്റെ ചുണ്ടിൽ പുഞ്ചിരിയായിരുന്നു. അവളുടെ നാണം മറക്കാനാണ് ഓടിയെന്നോർത്തുള്ള പുഞ്ചിരി. ആ ചിരിയാണ് തന്നെ കൊല്ലാതെ കൊല്ലുന്നത്. ഇപ്പൊ ഒരുന്റെ കൃഷ്ണ ഓരോന്നോർത്തുകൊണ്ട് തിരിഞ്ഞു കിടന്നു. അരികിൽ സച്ചുവേട്ടന്റെ സാമീപ്യം അറിഞ്ഞ് മുഖമേലിനെ ചെരിച്ച് നോക്കിയതും തനിക്ക് നേരെ തന്നെ നോക്കിക്കിടക്കാണെന്ന് കണ്ടതും വേഗം വെപ്രാളത്തിൽ മുഖം തിരിച്ചതും ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് അവൻ തിരിഞ്ഞു കിടന്നിരുന്നു.
പിന്നെയും തിരിഞ്ഞപ്പോൾ അവൻ തിരിഞ്ഞു കണ്ട് അവൾ നേരെ തിരിഞ്ഞു കിടന്നു. അപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ആ സ്നേഹം അറിഞ്ഞു തുടങ്ങിയതിൻ്റെ ഒരു സന്തോഷം അതെല്ലാം അനുഭവിച്ചറിയുകയായിരുന്നു അവൾ. മെല്ലെ ആളെ നോക്കി കിടക്കുമ്പോൾ നേരത്തെ ചേർത്ത് പിടിച്ച പോലെ ഒന്നുകൂടെ ആ നെഞ്ചോട് ചേരാൻ, ആ ഹൃദയ താളം ഒന്ന് കേൾക്കാനും അവളുടെ ഹൃദയം തുടിച്ചു. പെട്ടെന്ന് തന്നെ രണ്ട് കൈകൾ അവളെ വലിച്ച് നെഞ്ചോട് ചേർത്തു. ഞെട്ടിപ്പോയിരുന്നു അവൾ. മെല്ലെ ആ മുഖത്തേക്ക് ഉറ്റുനോക്കിയപ്പോൾ കുറുമ്പ് നിറഞ്ഞ ആ മുഖം ഹെഡ്ലാമ്പിന്റെ വെളിച്ചത്തിൽ അവൾ കണ്ടു. എന്നാൽ ഇതിലൊന്നും പറയാതെ അവൾ അങ്ങനെ കിടന്നിരുന്നു. പിന്നെ മെല്ലെ ആ കൈകൾ അകലാൻ നിന്നതും അതിന് സമ്മതിക്കാതെ ഒന്നും അറിയാത്ത മട്ടിൽ കണ്ണടച്ച് കിടന്നു ഞെട്ടിയത് സച്ചുവായിരുന്നു. തന്റെ നെഞ്ചിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ കാണെ അവന്റെ മുഖം വിടർന്നു. എത്ര ആഗ്രഹിച്ചാണ് ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ, പക്ഷെ തനിക്ക് അർഹതയില്ലല്ലോ എന്നത് പിന്നോട്ട് വലിക്കുമായിരുന്നു. ഇപ്പോൾ ഉറങ്ങിയാണ്, അറിഞ്ഞുകൊണ്ട് അങ്ങനെ കിടക്കുന്നൊന്നുമല്ല. മനസ്സിൽ പറഞ്ഞുകൊണ്ട് അത്രയും പ്രണയത്തോടെ അവളെ ചേർത്ത് പിടിച്ച് കിടക്കുമ്പോൾ അവളും ആ ഹൃദയതാളം കേട്ട് കണ്ണുകളടച്ചിരുന്നു. രാവിലെ ഉണരുമ്പോൾ പതിവിന് വിപരീതമായി തന്നെ നെഞ്ചിൽ ചാഞ്ഞുറങ്ങുന്ന വാമിക്കാണ് സച്ചുവിന്റെ ഹൃദയം സന്തോഷിച്ചു. മെല്ലെ ആ മുഖത്തേക്ക് തന്നെ കുറച്ചുനേരം നോക്കിക്കിടന്ന ശേഷം അവൻ മെല്ലെ അവളെ ദേഹത്തുനിന്ന് കൈയെടുത്തുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ എണീറ്റ് ഫ്രഷ് ആവാൻ കയറിയിരുന്നു. വാമി ഉണരുമ്പോൾ ഒഴിഞ്ഞ ബെഡ് കാണെ വേഗം ചാടി എണീറ്റ് ഫ്രഷായി അടുക്കളയിലേക്ക് ഓടിയിരുന്നു. അന്ന് സച്ചുവിന് ഓരോന്ന് ചെയ്തു കൊടുക്കുമ്പോഴും അവന്റെ കൂടെ തന്നെ അവൾ ഉണ്ടായിരുന്നു. അന്ന് മുതൽ അങ്ങോട്ട് അങ്ങനെ തന്നെയായിരുന്നു. അവന് വേണ്ടതെല്ലാം ഒപ്പം നിന്ന് എടുത്തു കൊടുക്കുകയും അവന്റെ മനസ്സറിഞ്ഞെല്ലാം ചെയ്യുകയും ചെയ്യും. രാത്രി ഒന്നും അറിയാത്ത പോലെ നെഞ്ചിൽ കയറിയുള്ള അവളുടെ കിടപ്പ് സച്ചു കണ്ടുപിടിച്ചിരുന്നു. അവന് ചിരിയാണ് വന്നത്. രാവിലെ ഒന്നും അറിയാത്ത മട്ടിലൊരു നോട്ടവും. ഒരു കാര്യമില്ലെങ്കിൽ പോലും മെസ്സേജ് അയച്ച് തുടങ്ങാൻ വാമി പഠിച്ചിരുന്നു. രാവിലെ പോയാൽ ഉച്ചയ്ക്ക് മുന്നേ തന്നെ കഴിച്ചോ, ജോലിയിലാണോ എന്നൊക്കെ ചോദിക്കും. ഫ്രീ ആകുമ്പോൾ അവൻ തന്നെ മെസ്സേജ് അയക്കുമ്പോഴേ അവൾ പിന്നെ അയക്കൂ. ഒന്നുമില്ലേലും ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും അവൾ. അമ്മയും അവളും ഫോണിൽ കളിച്ചതടക്കം ആ വീട്ടിലെ പൂച്ച പ്രസവിച്ച് വരെ ടൈപ്പ് ചെയ്യായിരുന്നു വാമി സച്ചുവിനെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ഓരോന്നും പറഞ്ഞും ചെയ്തവന്റെ കൂടെ സമയം ചെലവഴിച്ചും അവനേക്കാൾ ആവേശം അവൾക്കായിരുന്നു. അതെല്ലാം കണ്ട് സച്ചു നിലത്തൊന്നുമല്ലായിരുന്നു. എന്നാലും സച്ചു ഉള്ളിലെ ഇഷ്ടം തുറന്നു പറഞ്ഞില്ലായിരുന്നു. അവന്റെ കുറവ് അവനെ പിന്നോട്ട് വലിച്ചു. പക്ഷേ വാമി ഓരോ ദിവസം അവന്റെ കൂടെ തന്നെ ഉണ്ടായാലും ഉള്ളിലുള്ള അവൻ പറയട്ടെ എന്ന വാശിയിൽ തന്നെയായിരുന്നു. ആ വീടിന്റെ നല്ല മരുമകളായിട്ട് അവരുടെ മകളായി സച്ചുവിന് കൂട്ടായി പോയിക്കൊണ്ടിരുന്നു. ഒന്നും പറയില്ലെങ്കിലും നല്ല ഫ്രണ്ട്സ് പോലെയായിരുന്നു വാമിക്ക് സച്ചുവിനോടുള്ള പെരുമാറ്റം. അവന്റെ മറുപടി ചിരി തന്നെയാവും എല്ലാത്തിനും. അവളുടെ പിറന്നാളിന്റെ അന്ന് വാങ്ങിച്ച സാരി അവൻ നൽകുമ്പോൾ ഞെട്ടിയുന്ന വാമിയും അവന്റെ സ്നേഹത്തിന്റെ ആഴം അറിയുകയായിരുന്നു. അപ്പോഴും ഇഷ്ടം പറയാതെ എന്റെ ഫ്രണ്ടിനെന്ന് പറഞ്ഞാണ് തന്ന്. അവന്റെ ഭാഷ ഇപ്പോൾ പൂർണ്ണമായും വാമി പഠിച്ചു കഴിഞ്ഞിരുന്നു. അവന് എന്തിനും വാമിയെ വിളിക്കേണ്ടിയിരുന്നില്ലാത്ത വിധം അവന്റെ വലം കൈയായി വാമി കൂടെ ഉണ്ടായിരുന്നു. ഈ ഇഷ്ടമുള്ളിൽ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതാണ്, ഒന്ന് പറഞ്ഞൂടെ സച്ചുവേട്ടന്? അതിനല്ലേ ഞാനും കാത്തിരിക്കുന്നേ. സച്ചുവിന് വേണ്ടി ഉമ്മർത്ത് കാത്തിരിക്കുമ്പോൾ പരിഭവത്തോടെ വാമി സ്വയം ഒഴിഞ്ഞു. എന്റെ ഇഷ്ടം പറഞ്ഞിട്ടില്ലെങ്കിലും മനസ്സിലാവുന്നില്ല ഏട്ടന്. അത് ആലോചിച്ചപ്പോഴേക്കും വണ്ടി വീടിനുമ്പിൽ എത്തിയിരുന്നു. വണ്ടിയിൽ നിന്നിറങ്ങിയ സച്ചു മുഖം വീർപ്പിച്ച് റൂമിലേക്ക് ഓടുന്ന വാമിക്കാണ് നെറ്റി വിളിഞ്ഞു. ആളുകൾ വന്നാൽ ഓടി വന്ന് കയ്യിൽ പിടിച്ച് ഓരോന്ന് പറയുന്നവളാണ്. ഇതിപ്പോ എന്തു പറ്റി? മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവൻ റൂമിലേക്ക് പോയി. അവിടെ എത്തി ഫ്രഷായി ഇറങ്ങിയപ്പോഴേയും വാമിയെ കണ്ടില്ല. ഇവളിത് എവിടെ പോയി? അവൻ മെല്ലെ താഴേക്ക് ഇറങ്ങാൻ നേരമാണ് ടെറസിലെ വാതിൽ തുറന്നിട്ടത്. ടെറസിന്റെ വാതിൽ തുറന്നിട്ടത് കണ്ടത്. അവൻ മെല്ലെ അവിടേക്ക് നോക്കിയപ്പോൾ കണ്ടത് മഴ നനഞ്ഞാൽ ആസ്വദിച്ചുകൊണ്ട് തുണികൾ ഓരോന്ന് എടുക്കുന്ന വാമിയെയാണ്. മഴ ശക്തി പ്രാപിച്ചു തുടങ്ങിയപ്പോഴും കുട്ടികളിൽ തന്നെ നോർത്തു. അപ്പോഴേക്ക് എല്ലാം എടുത്തുകൊണ്ട് റൂമിൽ വെച്ചിരുന്നു. എന്നിട്ട് വീണ്ടും ടെറസിലേക്ക് ഇറങ്ങി മഴ നനയുന്നവളെ കാണെ അവന്റെ മുഖം കൂർത്തു. പനി പിടിക്കും, അതോട് കയറ്. വിരലെണ്ണി പറഞ്ഞതും അവൾ അതുവരെയുള്ള പരിഭവമെല്ലാം മറന്നുകൊണ്ട് അവന് നേരെ കയ്യിൽ വെള്ളമെടുത്ത് തെറിപ്പിച്ചു. അവൻ മുഖം കുടഞ്ഞതും കുണുങ്ങി ചിരിച്ചുകൊണ്ട് വീണ്ടും വെള്ളം തെറിപ്പിച്ചു. വേണ്ടെന്ന് പറയുമ്പോൾ അവളുടെ ആവേശം കൂടിയതും സച്ചു ദേഷ്യത്തിൽ അവളെ പിടിച്ച് അകത്തേക്ക് കയറ്റാൻ നിന്നു. അപ്പോൾ മെല്ലെ പിന്നോട്ട് നീങ്ങിയതും വഴുതി വീഴാൻ പോയവളെ പിടിച്ചുകൊണ്ട് ചുമരിലേക്ക് ചേർത്തിരുന്നു. അവൻ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. മഴ നനഞ്ഞ് വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. തന്റെ താലിയും സിന്ദൂരവും അണിഞ്ഞ് പേടിച്ച് കണ്ണ് മെറുക്കടച്ചാണ് നിൽപ്പ്. മെല്ലെ ആ കണ്ണുകളിലേക്ക് ഊതിയതും ആ കണ്ണിലെ പിടപ്പും ചുവപ്പും കണ്ടതും സച്ചുവിന്റെ ഹൃദയതാളം തെറ്റിയിരുന്നു. ഉറങ്ങുമ്പോഴല്ലാതെ ആദ്യമായാണ് ഇങ്ങനെ ഇത്രയും അടുത്ത്, അതും ഈ ഒരു അവസ്ഥയിൽ. ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു ഭംഗിയും ആകർഷണീയതയും ഉള്ള പോലെ. നീണ്ട കറുത്ത കൺപീലിയും ആ ഉണ്ടക്കണ്ണും. ആ കൃഷ്ണമണി തന്നോടെന്തോ പറയുന്നുണ്ട്. ആ കണ്ണിലെ ഭാവം അവൻ വായിച്ചെടുക്കാൻ ശ്രമിച്ചു. മെല്ലെ അവളോട് ചേർന്ന് നിന്ന് അവളുടെ വലത് കവിളിലേക്ക് കൈ ചേർത്ത് അല്പം നനഞ്ഞതിനാൽ ആ കവിൾ വിറകൊണ്ടിരുന്നു. വീണ്ടും മെല്ലെ ആ കണ്ണിലേക്ക് ഊതിയതും ചിമ്മിയടഞ്ഞ കണ്ണുകൾ അവനെ തന്നെ ഉറ്റു നോക്കുകയായിരുന്നു. ഒപ്പം വിറക്കുന്ന ചുണ്ടും. ഇളം പിങ്ക് നിറമായിരുന്നു അവയ്ക്ക്. അതെന്തിനോ വേണ്ടി വിറകൊള്ളുന്നുണ്ട്. വാമി എൻ്റെ അല്ലേ? അപ്പം അതിൻ്റെ ഇണയല്ലേ ആ ചുണ്ടുകൾ തേടുന്നു? അത് ഞാനല്ലേ?
ബുദ്ധിക്ക് മുകളിൽ മനസ്സ് പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു. ആ കവിളിൽ കൈ ചേർത്ത് ആ മുഖത്തേക്ക് മുഖമടുപ്പിക്കുമ്പോൾ രണ്ടാളുടെയും കണ്ണുകൾ കൂമ്പി അടഞ്ഞുപോയിരുന്നു. സച്ചുവിന്റെ ചുണ്ടുകൾ മെല്ലെ ആ ചുണ്ടുകളോട് ചേർന്നു. അത്രയും മൃദുവായി തുടങ്ങിയ ചുംബനം പതിയെ അവനിൽ ആവേശം നിറച്ചുപോയിരുന്നു. ചെയ്യുന്നത് എന്താണെന്ന് പോലും മറന്നുള്ള ലോകത്തായിരുന്നു അവൻ. ആ ശരീരത്തിന്റെ വിറയിൽ മനസ്സിലായതും അവന്റെ കൈകൾ കൂടുതൽ അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി. പതിയെ കീഴ്ചുണ്ടിനെയും മേൽചുണ്ടിനെയും മാറി മാറി നുണയുമ്പോൾ വാമിയും അവനെ തിരിച്ച് ചുംബിച്ച് തുടങ്ങിയിരുന്നു. അവളിലേക്ക് അവൻ ഇറുകെ പിടിച്ചതും അവനും മാന്ത്രിക ലോകത്തെന്ന പോലെ അവളുടെ തലയിൽ പിടിച്ചമർത്തി ചുംബിച്ചുകൊണ്ടിരുന്നു. മനസ്സിനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കാത്ത വിധം ബുദ്ധി തോറ്റുപോയിരുന്നു. മനസ്സിൽ നിറഞ്ഞിരുന്നത് ഒന്നു മാത്രം, പ്രണയം. ഇതുവരെ പിടിച്ചു വെച്ച തൻ്റെ പ്രാണനിൽ അലിഞ്ഞ പ്രിയപ്പെട്ടവളോടുള്ള പ്രണയം, സച്ചുവിൻ്റെ സ്വന്തം വാമിയോടുള്ള പ്രണയം. പതിയെ അത്രയും സാവധാനത്തിൽ ആ ചുണ്ടിൽ നിന്ന് തൻ്റെ ചുണ്ട് വേർപ്പെടുത്തുമ്പോൾ മുന്നിൽ കണ്ണിറുക്കി അടച്ചു തുറക്കാൻ പ്രയാസപ്പെടുന്നവളെ കാണെ ഉള്ളിലൊരു വെള്ളിടി വെട്ടി. ചിന്തകൾ പതിയെ മരവിച്ചു പോകും പോലെ അവളുടെ സമ്മതം പോലുമില്ലാതെ ബുദ്ധിമറന്ന നിമിഷത്തിൽ അവളെ ചുംബിച്ചിരിക്കുന്നു. അല്പം വെപ്രാളം നിറഞ്ഞ കണ്ണോടെ അവളെ നോക്കുമ്പോൾ ആ കണ്ണിന് നോട്ടത്തിനെ താങ്ങാനാവാതെ അവൻ നിന്നുപോയി. അല്പം തളർന്ന് തന്നെ നെഞ്ചിൽ തലയും വെച്ച് നിൽക്കുന്നവളെ നേരെ നിർത്തി. തന്നോട് സൗഹൃദം മാത്രമല്ലേ ഉള്ളൂ, ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഹൃദയം അലമുറയിടുമ്പോൾ മുന്നിലുള്ളവളെ നോക്കാതെ അവിടെ ഇനി നിൽക്കാനാവാതെ റൂമിലേക്ക് ഓടുമ്പോൾ ക്രമം തെറ്റിമടിക്കുന്ന ഹൃദയത്തെ നേരെയാക്കാൻ ശ്രമിച്ചു. അവന് പുറകെ തന്നെ വാമിയെത്തിയിരുന്നു. വിറയിൽ മറച്ച് കട്ടിൽ കിടക്കുമ്പോൾ പുറകിലൂടെ വന്ന് ചുറ്റിയ കൈകൾ കാണാൻ സച്ചു ഞെട്ടിയിരുന്നു. ഇനി തന്നോട് മൈക്കുളിച്ച് അറിയിക്കണോ ഇഷ്ടമാണെന്ന്? ഇത്രയും ദിവസമായിട്ട് മനസ്സിലായില്ലേ എനിക്ക് ഇഷ്ടമാണെന്ന്, എൻ്റെ ജീവനാണെന്ന്, സൗഹൃദമാണ് പോലും. ഞെട്ടി എണീറ്റിരുന്നപ്പോൾ തന്നെ നോക്കി പറഞ്ഞു സച്ചു കേട്ട് സത്യമാണോ മിഥ്യയാണോ എന്നറിയാതെ മിഴിച്ചിരുന്നു പോയി. അതെ, സത്യമാണ്. ഒരു നിമിഷം ഹൃദയം നിശ്ചലമായതുപോലെ താൻ ഏറെ കേൾക്കാൻ കൊതിച്ച വാക്ക് അത് കേട്ടിരിക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ടവൾക്ക് തന്നോട് അതേ ഇഷ്ടമുണ്ടെന്ന് മനസ്സിലാക്കാൻ പോലും തനിക്ക് കഴിഞ്ഞില്ലായിരുന്നു. മെല്ലെ നോക്കുമ്പോൾ ഒരുത്തിയുണ്ട് കണ്ണു തുടക്കുന്നു. മെല്ലെ ആ കൺപീലികളിലെ കണ്ണീർ കയ്യൊപ്പി ശബ്ദമില്ലാതെ സോറി പറഞ്ഞുകൊണ്ട് ആ മുഖത്തെ നെഞ്ചിലേക്ക് വലിച്ചു ചേർത്തു. ആ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ കവിളിനോട് ചേർന്നിറങ്ങുന്ന ആ കണ്ണുനീരിന്റെ നനവാൽ ഒപ്പിയതും വിറച്ചു പോയിരുന്നവൾ അവളുടെ മകനും സമ്മതമായി എടുത്തുകൊണ്ട് ആ രണ്ട് കണ്ണിൽ ഇറുകെ ചുംബിച്ചു. ആ നീണ്ട മൂക്കിൻ തുമ്പിലൊന്ന് പിടിച്ചു വലിച്ച് ആ മൂക്കിൽ മൂക്കുരസി. ഇനിയും കാത്തിരിക്കാനാവാതെ അവന്റെ പ്രണയം അവളിലേക്ക് ഒഴുകുകയായിരുന്നു. ചുവന്ന കയറിയ മുഖവും ആ മൂക്കിൻ തുമ്പ് അവന്റെ ആവേശം കൂട്ടുന്നതായിരുന്നു. കവിളിലൂടെ അരിച്ചിറങ്ങിയ കൈകൾ കഴുത്തിലേക്ക് ഇഴുകി ചേർന്നിരുന്നു. പിൻകഴുത്തിലൂടെ തഴുകിക്കൊണ്ട് തിരിച്ചു നിർത്തി അവിടെ മൃദുവായി ചുംബിക്കുന്നതോടൊപ്പം ചുണ്ടുകളാൽ പതിയെ ഒന്ന് കടിച്ചു. ഒന്ന് പിടഞ്ഞ് അവനിലേക്ക് ചേർന്ന് നിന്നവളുടെ അരയിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് ആ മുഖം തനിക്ക് നേരെ തിരിച്ചു നിർത്തി. പതിയേരു കവിളിലും ചുണ്ടിനാൽ ചുംബിക്കുമ്പോൾ ആ മുഖം ചുവന്ന് തൊട്ടെടുക്കാമെന്ന് തോന്നിയവന് മുഖത്ത് മുഖമുരസിക്കൊണ്ട് ആ കഴുത്തിടുക്കിലേക്ക് മുഖം ചേർത്തു വെച്ച് നാസികത്തുമ്പിലേക്ക് അവിടെയൊന്ന് ആഞ്ഞു ശ്വാസം വലിച്ചതും ആ മണവനെ മത്ത് പിടിപ്പിച്ചു. അവൻ അവളിൽ പിടിമുറുക്കി അത്രയും ഇറുക്കെ കെട്ടിപ്പിടിച്ചു. പതിയെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തിക്കൊണ്ട് വയറിൽ പിടിമുറുക്കി. ടോപ്പിനിടയിലൂടെ നഗ്നമായ വയറിൽ അവന്റെ ഇളം ചൂടുള്ള കൈകൾ പതിഞ്ഞതും പൊള്ളിപ്പിടഞ്ഞു പോയിരുന്നവൾ അവളുടെ കണ്ണുകളിൽ അനുവാദം കണ്ടതും അവന്റെ കൈകൾ ചലിച്ചു തുടങ്ങി. അതുവരെ പിടിച്ചു വെച്ച വികാരം അവളിലേക്ക് ഒഴുക്കുകയായിരുന്നു. അവളെ വശ്യമായി നോക്കിക്കൊണ്ട് ആ നെഞ്ചിലേക്ക് മുഖം പൊഴുത്തിയതും അവൻ ഇറുകെ പിടിക്കാനേ അവൾക്ക് കഴിഞ്ഞുള്ളൂ. നെഞ്ചിനെ താഴോട്ട് അവിടെ ഓരോ അണുവിലും അവൻ ചുംബിച്ചിറങ്ങി. തന്നിലെ പ്രണയം പല ഭാവത്തിൽ അവളിലേക്ക് ഒഴുകുമ്പോൾ ആ നെറ്റിയിലെ സിന്ദൂരം അവനിലേക്കും പകർന്നിരുന്നു. ഒടുവിൽ അവളിലെ സ്ത്രീയെ പൂർണ്ണമാക്കിക്കൊണ്ട് ആ നെഞ്ചിലേക്ക് തളർന്നു വീഴുമ്പോൾ അവനെ പ്രണയത്തോടെ അവൾ ചേർത്തു പിടിച്ചിരുന്നു. ആ മുഖത്തേക്ക് ഉറ്റുനോക്കിയപ്പോൾ കണ്ടത് നേരത്തെ കണ്ട കുറുമ്പ് നിറഞ്ഞ ചിരിയായിരുന്നു. അവളുടെ കൂർത്ത ചുണ്ട് കണ്ടത് ആ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. വേദനിച്ചു? അവൻ ചോദിച്ചതിന് ചിരിയോടെ ഇല്ലെന്ന് തലയാട്ടി. അവൻ അവളെ പുറത്ത് തട്ടിക്കൊണ്ട് ആ നെറ്റിയിൽ മുത്തി. സച്ചുവേട്ടന്റെ പ്രണയമല്ലേ? സച്ചുവിന്റെ പ്രണയത്തിന്റെ മുഖമറിഞ്ഞതും നാണം കൊണ്ട് ആ നെഞ്ചിലേക്ക് തന്നെ മുഖം പൂഴ്ത്തിയതും ശബ്ദമില്ലാതെ ചിരിച്ചുകൊണ്ട് അവൾ അവനെ ചേർത്ത് പിടിച്ചിരുന്നു. പിന്നീട് അങ്ങോട്ട് അവരുടെ പ്രണയദിനങ്ങളായിരുന്നു. പരസ്പരം സ്നേഹിച്ചും കുറുമ്പ് കാട്ടിയും ഇണങ്ങിയും പിണങ്ങിയും പ്രണയത്തിന്റെ മാധുര്യ ഇരുവരും തിരിച്ചറിയുകയായിരുന്നു. ആ നിമിഷങ്ങളിൽ അവന് സംസാരിക്കേണ്ടി വരാത്ത വിധത്തിൽ വാമി സംസാരിക്കുമായിരുന്നു. ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാതെ ഓരോന്നും പറഞ്ഞുകൊണ്ട്, അവന്റെ ഭാഷയിൽ അവന് ഓരോന്നും പറഞ്ഞുകൊണ്ട്.
കുറുമ്പോരോന്നും ഒപ്പിക്കുമ്പോൾ ചുണ്ടുകൂർപ്പിച്ചൊരു നോട്ടമുണ്ട് വാമിക്ക്. ആ പിണക്കം മാറ്റാൻ ചുണ്ടിലൊന്ന് അമർത്തി മുത്തിയായിരിക്കും സച്ചുവിന്റെ പ്രതിഷേധം. സകല കളത്തരവും പഠിച്ചു വെച്ചിരിക്കാന്ന് പറഞ്ഞ് കണ്ണ് കൂർപ്പിച്ചിരിക്കുമ്പോൾ അവനൊരു ചിരിയുണ്ട്. വാമിയെ കൊല്ലുന്ന ശബ്ദമില്ലാതെയുള്ള ചിരി. അവനിലെ പ്രണയത്തിന്റെ ഓരോ ഭാവങ്ങളും അറിഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ മനസ്സിലാക്കിയിരുന്നു സച്ചു എത്രമാത്രം സംസാരിക്കുമെന്ന്. നാവ് സംസാരിച്ചില്ലെങ്കിലും കണ്ണുകളും കൈകളും നിയന്ത്രണമില്ലാതെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചിലത് നാവിന് പറയാൻ കഴിയാത്ത കണ്ണിന് കഴിയുമെന്ന് അവൾ തിരിച്ചറിഞ്ഞു. ഒരാളുടെ കുറവ് കണ്ട് അവരെ ഉപേക്ഷിക്കാതെ ചേർത്ത് പിടിച്ചാൽ എല്ലാവരിലും കാണാം ഇതുപോലൊരു മനസ്സെന്നൊരു സത്യം അവൾ അറിഞ്ഞിരുന്നു. ഇപ്പോൾ സച്ചുവിനോട് വാമിക്ക് പ്രണയമാണ്. അവന്റെ ആ ശബ്ദമില്ലാത്ത ചിരിയോടും കൂർപ്പിക്കുന്ന ആ കണ്ണിനോടും അറ്റമില്ലാത്ത പ്രണയമാണ്. അതിൽ വരമ്പുകളില്ലാത്ത പ്രണയമാണ്. ഇപ്പോൾ സച്ചുവിനേക്കാൾ കുറുമ്പ് വാമിക്കായി മാറിയിരിക്കുന്നു. ഇടയ്ക്ക് അവളെ എടുക്കാൻ അവൾക്കൊപ്പം ഓരോന്ന് പറഞ്ഞ് കളിക്കാനുള്ള ആ സച്ചു ഉണ്ടായിരുന്നു. എന്തോ ഒരു മാന്ത്രിക ശക്തി അവനിലുണ്ടെന്ന് വാമിക്ക് തോന്നി. അല്ലെങ്കിൽ അവൻ തൻ്റെ അരികിൽ എത്തില്ലായിരുന്നു, തന്നെ പ്രണയിക്കില്ലായിരുന്നു. ഇപ്പൊ താനും പ്രണയിക്കുന്നു. താനിപ്പോൾ സച്ചുവേട്ടൻ്റെ സ്വന്തമാണ്. ആ മനസ്സിനോട് ഓരോ ദിവസവും ഇഷ്ടവും ആരാധനയും കൂടുകയായിരുന്നു. പ്രണയമായിരുന്നു. ഇനിയെന്നും പ്രണയിക്കാൻ അവരുടെ മനസ്സ് കൊതിച്ചുകൊണ്ടിരുന്നു. വാക്കുകൾക്കപ്പുറം കണ്ണുകളാൽ പ്രണയിക്കാൻ, നിലക്കാതെ എന്നും പ്രണയിക്കാൻ, പ്രണയിച്ചു കൊണ്ടേയിരിക്കാം. അറ്റമില്ലാതെ ഒഴുകുന്ന കടലിലേക്ക് നോക്കി നിൽക്കെ തന്റെ ജീവിതത്തിലെ ഏടുകൾ മറിഞ്ഞത് എത്ര പെട്ടെന്നാണെന്ന് വാമി ഓർക്കുകയായിരുന്നു. തന്റെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിന് വർണ്ണമേകിയത് സച്ചുവേട്ടനാണ്. ആ പ്രണയവും ചേർത്ത് പിടിക്കലുമാണ് ഇങ്ങനെ പ്രണയിക്കാനും വേണം ഭാഗ്യമെന്ന് ചിന്തിപ്പിച്ച നിമിഷങ്ങൾ. അതായിരുന്നു തന്റെ സച്ചുവേട്ടൻ. ദിവസങ്ങളും മാസങ്ങളും കടന്നു പോകവേ തങ്ങളുടെ പ്രണയത്തിന് വർണ്ണം പകരാൻ ഒരാൾ കൂടി വന്നു. മെല്ലെ തലയിരിച്ചു നോക്കുമ്പോൾ കണ്ടു കുറുമ്പിയുമായി അരികിലേക്ക് നടന്നെടുക്കുന്നവനെ. ചിരിച്ചുകൊണ്ട് വരുന്ന അച്ഛനും മോളും. ആ കാഴ്ച വാമിയും ചിരിയോടെ നോക്കി. അടുത്തെത്തിയപ്പോൾ കൈനീട്ടിയ വാമിയുടെ കൈ വകവെക്കാതെ സച്ചുവിന്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയതും സച്ചു ചിരിയോടെ വാമിയെ നോക്കി. നിനക്ക് അച്ഛനെ മതിയല്ലോ അല്ലേ? ആ മതി. കുറുമ്പി മുഖം തരാൻ നിന്നും രണ്ടാളുടെയും കാട്ടിക്കൂട്ടിൽ കണ്ടവൻ ചിരിച്ചു പോയിരുന്നു. ചില നേരം ഇളയേക്കാൾ കഷ്ടമാണ് വാമിയുടെ കാര്യമെന്ന് സച്ചുവിന് തോന്നിപ്പോയിരുന്നു. വീർത്ത വാമിയുടെ മുഖം കണ്ട് സച്ചു കണ്ണാട്ടിയതും കുറുമ്പി വാമിയുടെ മേലേക്ക് ചാടിയതും മുഖം തിരിച്ച് വീണ്ടും ആവർത്തിച്ച് അവൾ ചിരിയോടെ എടുത്ത ആ കുഞ്ഞിക്കവളിൽ ഉമ്മ വെച്ച്. അമ്മയുടെ അടുത്ത് വരാത്തോണ്ടല്ലേ വേണമെങ്കിൽ ഞാൻ അച്ഛൻ്റെ മോണ കാട്ടി ചിരിച്ച് പറയുമ്പോൾ വാമി ചിരിയോടെ അവളെ ചേർത്ത് പിടിച്ചു. അവരെ രണ്ടാളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സച്ചു ആ മുഖത്തെ കുറുമ്പ് കണ്ടതും സച്ചുകളുടെ മുഖത്ത് ചൂണ്ടി വരാനൊന്ന് കുത്തിയതും ഇളിച്ച് കാണിച്ച് കണ്ണുരുട്ടി നോക്കിയതിനെ കോർത്ത് നോട്ടം നോക്കിയതും അവൻ ആ ചുണ്ടിൽ ചുംബിച്ചിരുന്നു. ആരെയും കാണൂട്ടോ വെപ്രാളത്തിൽ പറഞ്ഞുകൊണ്ട് മുഖം തിരിക്കവേ ചിരിയോടെ രണ്ടാളെയും അവൻ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് നടന്നിരുന്നു. സൗരു പെട്ടെന്ന് പിന്നിൽ നിന്നൊരു വിളി കേട്ടതും അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അവർക്കരികിലേക്ക് നടന്നെടുക്കുന്ന ഒരു ചെറുപ്പക്കാരനെയാണ്. നമ്മളെയൊക്കെ അറിയോ സൗരവ്? അവർക്ക് മുന്നിലെത്തി ചെറിയ ചിരിയോടെ ഹരൻ ചോദിക്കുമ്പോൾ സച്ചൊന്ന് ചിരിച്ചുകൊണ്ട് തലയാട്ടി. ആഹാ, നിനക്ക് ഇങ്ങനെ ചിരിക്കാനറിയിട്ടാണ് മോന്നി വീർപ്പിച്ച് നടന്നിരുന്നേ? അല്പം കണ്ണുരുട്ടി ചോദിക്കുമ്പോൾ അതിന് മറുപടി ചിരി തന്നെയായിരുന്നു. അപ്പോഴാണ് അവന്റെ നോട്ടം വാമിയിലേക്കും കുറുമ്പിയിലേക്കും എത്തിയത്. നിന്റെ വൈഫും കുഞ്ഞുമാണോ? ചെറു ചിരിയോടെ തലയാട്ടുമ്പോൾ അവന്റെ കണ്ണിൽ അത്ഭുതം കണ്ട് സച്ചൊന്ന് ചിരിച്ചു. വാമിയെ അവന് നേരെ ചിരിച്ചു കൊടുത്തു. ഞാൻ ഹരൻ, ദേ ഈ മഹാന്റെ കൂടെ കോളേജിൽ പഠിച്ച വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ലായിരുന്നു. ഫ്രണ്ടാവാൻ നോക്കിയപ്പോ ദേ ഇയാൾ വേണ്ടാന്ന് പറഞ്ഞ ഒറ്റ പോക്ക്. ജാട, ഭയങ്കര സാധനമായിരുന്നു. കണ്ടാ പാവം. സച്ചുവിനെ നോക്കി കണ്ണുരുട്ടി അരനത് പറയുമ്പോൾ അത് ശരിവെക്കും പോലെ വാമിയും ചിരിച്ചു പോയിരുന്നു. പിന്നീട് സച്ചുവാരിയും തമ്മിലായിരുന്നു സംസാരം. പഴയതോരോന്ന് ഹരം പറയുമ്പോൾ അതൊക്കെ ഓർത്ത് സച്ചുവും ചിരിച്ചു. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു 10ാം ക്ലാസ് വരെയൊക്കെ നീ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. കളിയാക്കാനുള്ള ആൾക്കാർ കാണുമെന്ന് റോയ് പറഞ്ഞ് ഇന്ന് ഓർക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കുമല്ലേ ഡിഗ്രി എത്തിയപ്പോഴേക്കും ആരോടും അധികം കൂട്ടുകൂടാതെ ഇരുന്ന്. എന്നാലും നമ്മുടെ ടീച്ചേഴ്സിന്റെ എല്ലാം കണ്ണിലുണ്ട് ഈ 3 വർഷം കോളേജ് ടോപ്പറും ദേ ഇയാളായിരുന്നു. പഠിപ്പുകളുടെ കണ്ണിലെ കരടായിരുന്ന പോലെ നീ എൻ്റെ കണ്ണിലെ കരടായിരുന്നു ഫസ്റ്റ് ഇയർ. പിന്നെ നിന്നെക്കുറിച്ച് കൗതുകമായിരുന്നു, ആകാംക്ഷ. അങ്ങനെ അതുകൊണ്ടാ സെക്കൻഡ് ഇയർ ആയപ്പോൾ സൗഹൃദമായി വന്ന്. എന്നിട്ട് എൻ്റെ സൗഹൃദമാണ് മനസ്സിലാക്കാൻ തേർഡ് ഇയർ അവസാനത്തിന് വന്നു എനിക്ക്. തെല്ല് പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് മുഖം വീർപ്പിക്കുന്ന ഹരനെ സച്ചി ചേർത്ത് പിടിച്ച്. നിന്റെ കലിപ്പ് സ്വഭാവം കണ്ടിട്ട് ആരും വരാഞ്ഞേ. എന്നാലും എല്ലാവരുടെ ഉള്ളിൽ നീയും പ്രിയപ്പെട്ടവനായിരുന്നു. ഉള്ളിൽ പാവം, പുറത്തില്ലാത്ത കലിപ്പും. അവനെ കണ്ണുരുട്ടി നോക്കി പരിഭവത്തിൽ ഹരൻ പറഞ്ഞതും സച്ചുവിന്റെ മറുപടി ശരിയായിരുന്നു. ഹരന്റെ വാക്കുകൾ അവന്റെ മനസ്സ് നിറച്ചിരുന്നു. തന്നെ സ്നേഹിക്കാനും ആളുണ്ട് എന്നതിൽ ഒപ്പം തന്റെ പാതിയും. പിന്നെ ഓരോ സംസാരിക്കുമ്പോൾ ഹരൻ പഴയത് പറഞ്ഞ് സച്ചുവിനെ കളിയാക്കുമ്പോൾ തന്റെ ഭാഷയിൽ തെറി വിളിക്കുന്ന സച്ചുവിനെ കണ്ട് അവരും ചിരിച്ചു പോയിരുന്നു. എല്ലാം കഴിഞ്ഞ് തന്റെ നമ്പർ കൊടുത്ത് വിളിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഹരൻ നടന്നീങ്ങുന്നത് നോക്കിയിരുന്നവർ പെട്ടെന്ന് വാമിയുടെ ഫോൺ ബെല്ലടിച്ചു. അവളത് എടുത്ത് ചെവിയിലേക്ക് വെക്കുമ്പോൾ വാത്സല്യത്തോടെയുള്ള സ്വരം അവളെ പൊതിഞ്ഞിരുന്നു. മോളെ, ചെറിയമ്മേ, വാമി ചിരിയോടെ വിളിച്ചു. മക്കളെ ഇന്ന് പുറത്താന്ന് കേട്ടു.
വീട്ടിലേക്ക് പോകുമ്പോൾ ഇതുവഴി വരണേ. വരാലോ ചെറിയമ്മേ. കഴിച്ചോ? അമ്മോളില്ലേ കൂടെ? എന്നെ ചോദിക്കുന്നുണ്ടോ? കൗതുകത്തിൽ ചോദിക്കുന്നിട്ട് വാമി ചിരിച്ചു. ഇപ്പം അമ്മമ്മയെന്ന് ചോദിച്ചേ ഉള്ളൂ. കഴിച്ചു, ഞങ്ങൾ വരാട്ടോ. ദീപു, അവനും കുറുമ്പിനെയും നിങ്ങളെയും കാത്തിരിക്കുക. മോള് വേഗം വാട്ടോ. സ്നേഹത്തോടെ ഒരമ്മയുടെ കരുതലോടെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുമ്പോൾ അവളുടെ ചുണ്ടിൽ മനോഹരമായ ചിരിയുണ്ടായിരുന്നു. ചെറിയമ്മ തന്നോട് അന്ന് ദേഷ്യം വാശിയൊക്കെ തന്നെയായിരുന്നു. കാരണം തന്റെ ജാതകം, അതിലെ ദോഷം. അതുകൊണ്ട് തന്നെ എന്തുണ്ടായാലും തന്റെ മേലേക്കായിരുന്നു വരിക ഇതുവരെ. പക്ഷേ കാലങ്ങൾ പിന്നീടവേ ക്യാൻസറിന്റെ കണികൾ ചെറിയമ്മയുടെ ശരീരത്തിനെയും കാർന്നു നാൻ തുടങ്ങിയപ്പോൾ തനിക്കും വേദനിച്ചിരുന്നു. എത്രയാൽ ഇത്രയും കാലം അഭയം തന്നു നോക്കിയതുമാണ്. ആ അവസരത്തിൽ കൂടെ നിന്ന് ആത്മവിശ്വാസം പറഞ്ഞ് ചെറിയമ്മയെ നോക്കാൻ മകൾ പോലുമില്ലാത്ത സമയം കൂടെ നിന്ന് താനായിരുന്നു. ആരുടെയൊക്കെയോ പ്രാർത്ഥന മൂലം ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ കണ്ണ് നിറഞ്ഞിരുന്നു. തന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിരുന്നു. ചെറിയമ്മയിലുള്ള അമ്മയെയും അറിഞ്ഞു തുടങ്ങിയിരുന്നു. തന്നിലെ സ്നേഹവും ചെറിയമ്മ മനസ്സിലാക്കി. ഇപ്പൊ രണ്ട് അമ്മമാരും അച്ഛന്മാരും സ്നേഹിച്ച് കൊല്ലുകയാണ്. ഒപ്പം പ്രാണം വരെ പറിച്ചു തന്ന് സ്നേഹിക്കാൻ ഒരുവനും. തങ്ങളുടെ പ്രണയത്തിന്റെ വരദാനം അമ്മുമോളും. അത്രയ്ക്ക് കലിപ്പിലായിരുന്നു എന്റെ സച്ചുവേട്ടൻ. പക്ഷെ എന്നോട് അങ്ങനെയല്ലല്ലോ. ചിന്തകളിൽ നിന്നുടന്ന് സച്ചുവിനെ നോക്കി അത്ഭുതത്തിൽ പറയുമ്പോൾ അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിലേക്ക് നെറ്റിമുട്ടിച്ചിരുന്നു. നിന്നോട് കലിപ്പിടാൻ കഴിയില്ലല്ലോ. അത്രയും സ്നേഹിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാ പിണങ്ങാൻ കഴിയുക? കൊല്ലുന്ന ചിരിയോടാവൻ പറയുമ്പോൾ അവളുടെ ചുണ്ട് വിരിഞ്ഞു പോയിരുന്നു. ഇങ്ങനെ പ്രണയിക്കാനും പ്രണയിക്കപ്പെടാനും വേണമൊരു ഭാഗ്യമെന്ന് വീണ്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കൈകൾ അവളെയും അമ്മമോളെയും ചേർത്ത് പിടിച്ചിരുന്നു. ശബ്ദമില്ലാത്ത ആ ചിരിയോടും സംസാരത്തോടും ഓരോ ദിവസവും പ്രണയം കൂടി വരുമ്പോൾ ജീവിതത്തിന്റെ യാഥാർത്ഥ്യവും സ്നേഹവും വിശ്വാസം അവർ തിരിച്ചറിഞ്ഞിരുന്നു. അവരുടെ പ്രണയം തുടരുകയാണ്. പുതിയ വസന്തങ്ങൾ തീർക്കാൻ എന്നും എപ്പോഴും കാവലായി. കുറുമ്പ് കാട്ടാനും കുസൃതി കൂടാൻ അവരുടെ ഇടയിലേക്ക് വർണ്ണം വിരിക്കാൻ, ചിറകി വിടർത്താൻ ഇനിയും പൂമ്പാറ്റകൾ വരാൻ, വിടരും പൂ പോലെ തളിർക്കും ചെടി പോലെ ഒരിക്കലും നിലക്കാതെ ഇനിയും പ്രണയിക്കാൻ ഒരു മനസ്സും ഒരു മെയ്യുമായി സഞ്ജുവിന്റെ മാത്രം സ്വന്തമായി അവരിനി ജീവിക്കട്ടെ. ഈ കഥ ഇതോടുകൂടി അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.